പുനരധിവാസത്തിൽ മനുഷ്യ മാത്രമല്ല മൃഗങ്ങൾ കൂടി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മൾ കാണുമ്പോൾ കേവല പുനരധിവാസം എന്ന് പറയുന്നത് വീട് വെച്ച് കൊടുക്കുന്നതും ഭൂമി കൊടുക്കുന്നതുമല്ല, മനുഷ്യരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന എല്ലാ ഘടകങ്ങളെയും കൂട്ടിയോജിപ്പിച്ച് മനുഷ്യരും പ്രകൃതിയും കേന്ദ്രബിന്ദുവാകുന്ന സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റാണ് യഥാർത്ഥത്തിൽ ഈ പുനരധിവാസത്തിലൂടെ കേരളത്തിൽ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. ആ വിധത്തിൽ ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ കേരള ഫീഡ്സുമായി ബന്ധപ്പെട്ട കർഷകരുടെ സംഭാവനയാണ് ഇപ്പോൾ ഇവിടെ ഫ്ലാഗ് ഓഫ് ചെയ്ത്. നമുക്ക് ഈ പ്രദേശങ്ങളിൽ ഞങ്ങളെല്ലാവരും പോകുമ്പോൾ, ഞാനും റിയാസ് മിനിസ്റ്ററും ശശീന്ദ്രൻ മിനിസ്റ്ററും ഒക്കെ കൂടി ആ വഴികളിലൊക്കെ പോകുമ്പോൾ കണ്ടൊരു പ്രധാനപ്പെട്ട കാര്യം, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കന്നുകാലികൾ, കെട്ടിയിടപ്പെട്ട കന്നുകാലികൾ, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരു സൗകര്യം ഒരുക്കണം. അവിടെ നമ്മളിപ്പോൾ മസ്ജിദ് റോഡിൽ നിന്ന് നേരെ കയറി പുഞ്ചിരിമറ്റത്തേക്ക് കിടക്കുമ്പോൾ ഒരു പോസ്റ്റർ വീടിന് മുമ്പിൽ കെട്ടിയിട്ടിരിക്കുകയാണ്: എൻ്റെ എരുമയ്ക്ക് നിങ്ങളാരും ഭക്ഷണം കൊടുക്കരുത്. അപ്പോൾ യഥാർത്ഥ ഭക്ഷണം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. ആ യഥാർത്ഥ ഭക്ഷണം ഇപ്പോൾ കൊണ്ടുപോവുകയാണ്. ആ യഥാർത്ഥ ഭക്ഷണം കൃത്യമായ സ്ഥലത്തിൽ കൃത്യതയോടുകൂടി വിതരണം ചെയ്യും. വളരെ മൈന്യൂട്ടായ കാര്യങ്ങളിൽ പോലും മന്ത്രിതല ഉപസമിതി ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് ആളുകൾക്ക് ലഭ്യമാക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണിത്. നന്നായി. ഞാൻ മൃഗസംരക്ഷണ വകുപ്പിനെ മന്ത്രിതല ഉപസമിതിക്ക് വേണ്ടി പ്രത്യേകമായ അഭിനന്ദനം. ജനകീയ തെരച്ചിലുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് നാളെ രാവിലെ 8 മണി മുതൽ ജനകീയ തെരച്ചിൽ ആരംഭിക്കാനാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. അത് പരിപാടിയായി തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. 8 മണിക്ക് ആരംഭിക്കുന്ന ജനകീയ തെരച്ചിലിൽ എല്ലാവർക്കും പങ്കെടുക്കാം. ഇനി ക്യാമ്പുകളിൽ നിന്ന് ആർക്കെങ്കിലും പോകണമെങ്കിൽ നേരത്തെ അതിൻ്റെ വിവരം ആ ബന്ധപ്പെട്ട ക്യാമ്പുകളിൽ കൊടുത്താൽ വാഹനം സർക്കാർ അറേഞ്ച് ചെയ്ത് അവരെ അവിടെ എത്തിക്കും. നാളെ ഒരു വലിയ സംവിധാനമാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം ജനകീയമായ തെരച്ചിൽ. മറ്റത് സേനാംഗങ്ങളുടെ തെരച്ചിലാണ്. എൻ്റെ ബന്ധു ഇവിടെയുണ്ട് എന്ന് തോന്നുന്ന ആർക്കും അത് പറഞ്ഞാൽ അവിടെ തെരഞ്ഞു നോക്കാവുന്ന വിധം ജനകീയമായൊരു തെരച്ചിൽ നാളെ നമ്മുടെ ഈ ദുരന്ത നിവാരണ പരിപാടികളുടെ ഒരു പ്രധാനപ്പെട്ട മോഡലാണ്. അത് പുതിയ പരീക്ഷണം നമ്മൾ നടത്തുകയാണ്. എല്ലാ സേനാംഗങ്ങളും ഉണ്ടാകും, എല്ലാ എക്യുപ്മെൻസും ഉണ്ടാകും, ആവശ്യമായ ഉപകരണങ്ങളുണ്ടാകും. എന്ന് മാത്രമല്ല, ഇവരവിടെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞങ്ങൾ ബോധ്യപ്പെട്ടു. ഇന്നലെ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. മാനസികമായി പെട്ടെന്ന് ചിലപ്പോൾ ഒരു വിഭ്രാന്തി ഉണ്ടാകും. സ്ഥലം കാണുമ്പോൾ ആംബുലൻസ് ഉണ്ടാകും, വെള്ളം കുടിക്കണം എന്ന് തോന്നും, വെള്ളമുണ്ടാകും, ഭക്ഷണം കഴിക്കണം എന്ന് തോന്നും, ഭക്ഷണം ഉണ്ടാകും, ഉറ്റവരെ കാണണം എന്ന് തോന്നും, അവരുണ്ടാകും. ആ വിധത്തിൽ സമഗ്രമായൊരു പാക്കേജ് നാളെ ജനകീയമായിട്ടുള്ള ഒരു പരിശോധന ഇക്കാര്യത്തിലുണ്ടാകും. അടിയന്തര ധനസഹായം, അത് കാരണം പലർക്കും അല്ലെങ്കിൽ ഒറ്റ പൈസ ഇല്ലാത്ത അവസ്ഥ, അതെങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് അതിലേക്ക് എത്തിക്കാനുള്ള ഒരു നടപടി? ഒരു പ്രശ്നവും ആർക്കും ഉണ്ടാകില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. തൽക്കാലം എന്താണ് അവർക്ക് നിർവഹിക്കേണ്ടത് അക്കാര്യം പറഞ്ഞാൽ അത് നിർവഹിക്കും. മറ്റു കാര്യങ്ങളൊക്കെ സർക്കാർ ഔപചാരികമായിട്ട് ആലോചിക്കുന്നത്. ജനകീയ തെരച്ചിൽ എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് സൈന്യത്തിൻ്റെ തെരച്ചിൽ എത്ര കാലം കഴിഞ്ഞാൽ അതിലൊരു ധാരണ ഉണ്ടായിട്ടുണ്ടോ? അല്ല, അത് വേണ്ട ഇല്ലല്ലോ. ഓരോരുത്തരും അവരവരുടെ പ്രയാസം കഴിഞ്ഞാൽ തിരിച്ചു പോകേണ്ടി വരും. കോസ്റ്റ് ഗാർഡിന് കാട്ടിൽ തരേണ്ട കാര്യമില്ലല്ലോ. കോസ്റ്റ് ഗാർഡിൻ്റെ പണി തീർത്താൽ അവരവർ വിഡ്രോ ചെയ്യും.